സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലെ താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്താനുള്ള സർക്കാർ ഉത്തരവ് ഹൈക്കോടതി തടഞ്ഞു. ചീഫ് സെക്രട്ടറി ഇറക്കിയ ഉത്തരവാണ് തടഞ്ഞത്. കോടതി വിലക്ക് മറികടന്നാണ് ചീഫ് സെക്രട്ടറി ഉത്തരവ് ഇറക്കിയത് എന്നായിരുന്നു ഹർജിക്കാരുടെ വാദം. ഗോപിക അരവിന്ദ് ചേർന്ന് വിശദാംശങ്ങൾ നൽകാനായി. ഗോപിക, ഈ ഒരു ഇടപെടൽ ഹൈക്കോടതി ഏത് സാഹചര്യത്തിലാണ് നടത്തിയത്? ഹർജിക്കാരുടെ വാദത്തിൽ എന്തൊക്കെയായിരുന്നു പറഞ്ഞത്? ജീന, കോടതി വിലക്ക് മറികടന്നുകൊണ്ടുള്ള ഈ താൽക്കാലിക നിയമനത്തിനെതിരെയാണ് ഇപ്പോൾ ഹൈക്കോടതി ഉത്തരവിറക്കിയിരിക്കുന്നത്. അതായത് ഈ സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലേക്ക് ഈ താൽക്കാലിക ജീവനക്കാരെ സ്ഥിരമായി നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ജനുവരി 3-ന് ചീഫ് സെക്രട്ടറി ഒരു ഉത്തരവിറക്കിയിരുന്നു. ഈ ഉത്തരവ് ഈ കോടതി വിലക്ക് മറികടന്നുകൊണ്ടാണ് എന്നതായിരുന്നു ഹർജിക്കാരുടെ വാദം. ഇത് ശരിവെച്ചിരിക്കുകയാണ് ഇപ്പോൾ ഹൈക്കോടതി. ഇത്തരത്തിലുള്ള നിയമനങ്ങളെ തടഞ്ഞിരിക്കുകയാണ്. ഇത്തരത്തിൽ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ഇത്തരത്തിൽ ഈ താൽക്കാലിക ജോലിക്കാരെ സ്ഥിരപ്പെടുത്തുന്നത് നിയമവിരുദ്ധമാണെന്ന് മുൻപ് തന്നെ കോടതി ചൂണ്ടിക്കാണിച്ചിരുന്നു. ഇതുകൂടാതെ ഇത്തരത്തിൽ സുപ്രീം കോടതിയുടെ ഒരു ഉത്തരവ് ഇതുമായി ബന്ധപ്പെട്ടതുണ്ട്. ഇത്തരത്തിൽ ഈ വിവിധ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലേക്ക് താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്തുന്നത് നിയമവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിലവിൽ സുപ്രീം കോടതിയുടെ ഉത്തരവുണ്ട്. ഈ ഉത്തരവ് മറികടന്നുകൊണ്ട് ഒരു നിയമനം സാധ്യമല്ലെന്ന് നവംബറിൽ ഹൈക്കോടതി ഇത്തരത്തിലൊരു ഉത്തരവ് പുറത്തിറക്കിയിരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് പിന്നീട് ഈ ജനുവരിയിൽ സർക്കാർ ഇത്തരത്തിലൊരു ചീഫ് സെക്രട്ടറി ഇത്തരത്തിലൊരു ഉത്തരവ് പുറത്തിറങ്ങുന്നത്. ഇതിലെതിരെയാണ് ഇപ്പോൾ ഇന്ന് സർക്കാർ ജസ്റ്റിസ് മുഹമ്മദ് നിയാസിന്റെ ബെഞ്ച് ഇത്തരത്തിലൊരു ഉത്തരവ് പുറത്തിരിക്കുന്നത്. അതായത് ഈ തദ്ദേശ സ്ഥാപനങ്ങളിൽ താൽക്കാലികമായി ജോലി ചെയ്യുന്ന ലൈബ്രറിയന്മാർ, അതുപോലെ തന്നെ നഴ്സുമാർ, ആയമാർ തുടങ്ങിയവർ 10 വർഷത്തിൽ അധികമോ അല്ലെങ്കിൽ 11 പദ്ധതിയുമായി സ്ഥിരപ്പെടുത്തണമെന്നായിരുന്നു ഈ സർക്കാർ ഉത്തരവിൽ പറഞ്ഞിരുന്നത്. ഇതിനെതിരെയാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഉത്തരവ് നിലനിൽക്കുന്നത്. കാരണം ഹൈക്കോടതി പ്രധാനമായും ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് ഇത് ഭരണഘടനാ മാനദണ്ഡങ്ങൾക്ക് നിയമവിരുദ്ധമാണെന്നും ഇതുകൂടാതെ തന്നെ ഈ ഇത്തരത്തിൽ ഒരു കോടതി ഉത്തരവ് മറികടന്നുകൊണ്ട് ചീഫ് സെക്രട്ടറിയുടെ ഈ ഒരു കോടതി അലക്ഷ്യ നടപടി കൂടിയാണെന്നുമാണ്. ഈ കോടതി മലപ്പുറം സ്വദേശിയായ ഒരു ഹർജിക്കാരൻ നൽകിയ ഉപഹർജിയിന്മേലാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഇത്തരത്തിൽ ഈ ചീഫ് സെക്രട്ടറിയുടെ ഉത്തരവ് തടഞ്ഞുകൊണ്ട് ഒരു നടപടി ഉണ്ടായിരിക്കുന്നത്. ജീന, ശരി. ഗോപിക അരവിന്ദാണ് വിവരങ്ങൾ നൽകിയത്.